ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൽ ഏറ്റവും നല്ല വഴിത്തിരിവായിരുന്നു 2021 മെയ് 23 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച MMPA അഥവാ മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. The aim of this program was to increase or facilitate the mutual migration and skill transfer between two countries. Australia has high need for highly talented professionals in select area of technology. ഈ വിസയ്ക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും? നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എന്തായിരിക്കണം, നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം, മാത്രമല്ല ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരിക്കണം തുടങ്ങി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, ഹെൽത്ത് റിക്വയർമെൻറ്റ്, ക്യാരക്ടർ റിക്വയർമെൻറ്റ് തുടങ്ങിയ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. സബ് ക്ലാസ് 403 എന്ന വിസയാണ് നിങ്ങൾ മേറ്റ്സ് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത്. I am Gladwin Purtas, Registered Migration Agent of Australia from Transfic Migration and Education Services. ഓസ്ട്രേലിയയുടെ എക്കണോമിക് ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖലയിലോട്ട് യങ് ടാലൻറ്റഡ് പ്രൊഫഷണൽസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള വിസയായിട്ടാണ് സബ് ക്ലാസ് 403 മെയ്സ് വിസ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യു മസ്റ്റ് ബി എ ന്യൂ ഗ്രാജുവേറ്റ്, 2 വർഷത്തിനുള്ളിൽ ഗ്രാജുവേഷൻ നടത്തിയവരായിരിക്കണം. ആൻഡ് യു ഹാവ് ടു ബി ബിറ്റ്വീൻ 18 to 30 years old, including 30 years. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. ഒന്ന്, സ്പെസിഫൈഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരായിരിക്കണം. അതായത് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത 100 യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. 2, ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫീൽഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. 3, നിങ്ങളുടെ പഠനത്തിൻ്റെ ലെവൽ AQF ലെവൽ 7 ഓർ ഹയർ ആയിരിക്കണം. ഇതെല്ലാം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് തുടർന്നുള്ള വീഡിയോയിൽ കാണാം. സ്പെസിഫൈഡ് ഫീൽഡ്സ് ഏതൊക്കെയാണെന്ന് കാണുകയാണ്. ഇനി റിന്യൂവബിൾ എനർജി 1, മൈനിങ്, എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫിനാൻഷ്യൽ ടെക്നോളജി, അഗ്രികൾച്ചറൽ ടെക്നോളജി. മെയ്സ് വിസയുടെ ഒരു റിക്വയർമെൻ്റ് ആണ് നിങ്ങൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിരിക്കണം എന്നുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ആ യൂണിവേഴ്സിറ്റിയിൽ ഏതെല്ലാമാണെന്നാണ് ഇനി വരുന്ന ഫ്രെയിമുകളിൽ ഞാൻ പറയാൻ പോകുന്നത്. ഈ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കുന്നില്ല, കാരണം അത് 100 യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം മലയാളികൾക്ക് വേണ്ടി അത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ യൂണിവേഴ്സിറ്റീസ് 26 to 50, 51 to 75 and 76 to 100. ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് AQF ലെവൽ 7 ഓർ ഹയർ ആയിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ലെവൽ. AQF ലെവൽ 7 എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി, ഓണേഴ്സ് റിസർച്ച്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, മാസ്റ്റേഴ്സ്, ഡോക്ടറൽ ഡിഗ്രി തുടങ്ങിയവയാണ്. ഓസ്ട്രേലിയ ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെയാണ് ആവശ്യപ്പെടുക. ഫ്രഷ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റഡ് വിതിൻ 2 years എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പ് പഠിച്ചിറങ്ങിയവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റില്ല. മെയ്റ്റ്സ് വിസ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരം, ക്യുസാറ്റ് കൊച്ചിൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിച്ചവർക്ക് മാത്രമേ ഈ മെയ്സ് വിസ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇങ്ങനെ തെളിയിക്കാം. IELTS, TOEFL, കേംബ്രിഡ്ജ് എക്സാം, PTE, OET തുടങ്ങിയവയെല്ലാം ആക്സെപ്റ്റഡ് ആണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് സ്കോർ IELTS ഒരു സ്റ്റാൻഡേർഡ് സ്കോറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓവറോൾ സ്കോർ ബാൻഡ് അറ്റ്ലീസ്റ്റ് 6 ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പോണൻറ്റിൽ ഏറ്റവും കുറഞ്ഞ സ്കോർ 5 ആയിരിക്കണം. മാത്രമല്ല ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് വിതിൻ 1 year പ്രയർ ടു ദ വിസ ആപ്ലിക്കേഷൻ. മറ്റു ടെസ്റ്റുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ റിക്വയർമെൻറ്റ്സ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കേംബ്രിഡ്ജ് എക്സാം ആണെങ്കിൽ ഓവറോൾ ബാൻഡ് സ്കോർ 169ഉം മിനിമം കമ്പോണൻറ്റിൽ വേണ്ടത് 154 ആണ്. ഇനി OET ആണെങ്കിൽ എല്ലാ കമ്പോണൻസിനും അറ്റ്ലീസ്റ്റ് C വേണം. PT ആണെങ്കിൽ ഓവറോൾ ബാൻഡ് സ്കോർ അറ്റ്ലീസ്റ്റ് 50ഉം കമ്പോണൻസിൻ്റെ ലോവസ്റ്റ് സ്കോർ 36ഉം ആണ്. ഇനി TOEFL ആണെങ്കിൽ ഓവറോൾ സ്കോർ 64ഉം ലിസണിങ്ങിനും റീഡിങ്ങിനും 4ഉം സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും 14ഉമാണ് ആവശ്യം വേണ്ടി വരിക. ഇംഗ്ലീഷ് ടെസ്റ്റ് റിസൾട്ടുകളുടെ വാലിഡിറ്റി 1 വർഷമാണ്. അതായത് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് 1 വർഷം
മുമ്പ് വരെ നേടിയ ടെസ്റ്റ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് ശേഷമാണെങ്കിൽ പറ്റില്ല. വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, എല്ലാ ടെസ്റ്റുകൾക്കും സിംഗിൾ സിറ്റിങ്ങിലൂടെ നേടിയ റിസൾട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ OETക്ക് മാത്രം മോർ ദാൻ 1 സിറ്റിങ്ങിലൂടെ നേടിയ എക്സാം റിസൾട്ട് ഉപയോഗിക്കാം. വിസ ഫീസ് $365 ആണ്. അത് മെയിൻ ആപ്ലിക്കൻറ്റിനും നിങ്ങളുടെ സ്പൗസും, ഫോർ എക്സാമ്പിൾ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ ആ സ്പൗസിനും $365 ആണ് വിസ ഫീസായിട്ട് വരിക. ഇനി കുട്ടികളുണ്ടെങ്കിൽ അണ്ടർ 18 ആണെങ്കിൽ അത് $95 ആയിരിക്കും. ഈ വിസ വർക്ക് ചെയ്യുന്ന ഒരു ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ്. ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ ബാലറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു. നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങളുടെ പേര് സെലക്ട് ചെയ്യപ്പെടുന്നു, വിസയ്ക്ക് അപേക്ഷിക്കുന്നു. ഈ ബാലറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഫെയർനെസ് കൊണ്ടുവരാനാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫേവർ ചെയ്തു എന്ന് പിന്നീട് ആക്ഷേപം ഉണ്ടാകാം. അതുകൊണ്ട് ആ ഒരു ഫെയർനെസ് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി വളരെ റാൻഡമായിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. 3000 പേരെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലായിട്ടുള്ള സ്റ്റെപ്പ്. ബാലറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ എന്താണ് ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി എന്നാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന്, യു മസ്റ്റ് ക്രിയേറ്റ് ആൻ IMEI അക്കൗണ്ട്, ഹോൾഡ് എ വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട്, ഓൾസോ ഹോൾഡ് എ വാലിഡ് പാൻ കാർഡ് issued by the Indian government, be aged between 18 to 30 years, inclusive at the beginning of the ballot registration open period for that purpose. Not already be registered in the maize ballot. This is not applicable in the sense this is the first one. Have a valid email address. Agree to registration form declaration, and you have to pay the ballot registration fee, which is $25. Registrations for the first maize ballot will open in December 2024. ബാലറ്റ് ഓപ്പൺ ആയിരിക്കുന്ന രജിസ്ട്രേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് ഒരിക്കലും ക്ലോസ് ചെയ്താൽ വീണ്ടും അപേക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ ബാലറ്റ് വർഷത്തിൽ ഒരിക്കലേ സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. there will be an annual maize ballot process held. If you miss the registration period for the maize ballot and you continue to meet the eligibility requirements, you may be able to submit a registration in future ballot. ഇത് നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടേണിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷേ വീണ്ടും അപ്പോൾ തന്നെ അപേക്ഷിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. ഒരേ ഒരു ബാലറ്റ് പ്രോസസ്സ് ഒരു വർഷമുള്ളൂ. അതുകൊണ്ട് അത് മിസ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ബാലറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ ബാലറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുത്താം എന്നാണ് പറയുക. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ രജിസ്റ്റർ ചെയ്യണം. ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, അവരുടെ കുട്ടികൾ, അപ്പനോ അമ്മയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഫാമിലി മെമ്പേഴ്സായിട്ട് വരില്ല. അതുകൊണ്ട് കൺഫ്യൂഷനൊന്നും ഉണ്ടാകണ്ട. മാത്രമല്ല, ഇഫ് യു ആർ സെലക്ടഡ് ഇൻ ദ ബാലറ്റ് ടു അപ്ലൈ ഫോർ എ സബ് ക്ലാസ് 403 മെയ്സ് സ്ട്രീം വിസ, you will be the main applicant in the visa application. As the main applicant, you can include the members of the family unit in your application. ബാലറ്റിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, you have to create an IMEI account. Secondly, locate the maid's form in the new application section under visa pre-application registration. Complete all the details required on the form. Submit the registration form. Pay the ballot registration fee online. Then you will be notified by an email in any circumstances. Ballot registration fee നേരത്തെ പറഞ്ഞ പോലെ $25 ആണ്. ഇനി if you are lucky and you are selected, you will receive an email from the Department of Home Affairs. Respond to the email by taking action within the set time frame. അതിൽ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടി വരും. ഒരു വർഷം 3000 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. 1, ഹെൽത്ത് അസസ്മെൻറ്റ്, അതായത് മെഡിക്കൽസ് ചെയ്യേണ്ടി വരും. 2, പോലീസ് ക്ലിയറൻസ് അല്ലെങ്കിൽ ക്യാരക്ടർ ക്ലിയറൻസ് ഡോക്യുമെൻ്റ് വേണ്ടി വരും. 3, ഹെൽത്ത് ഇൻഷുറൻസ് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓസ്ട്രേലിയ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് വൈസ് ഇഷ്യൂസ് വന്നാൽ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ മെഡിക്കൽ സർവീസസ് ഒന്നും വിസിറ്റേഴ്സിനോ ടെമ്പററി വിസ ഹോൾഡേഴ്സിന് ലഭിക്കാറില്ല. അത്തരം സിറ്റുവേഷനിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ധാരാളം പൈസ ചിലവാകും. അത് ഒഴിവാക്കാനാണ് പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമായിട്ട് വരിക. നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ എന്നെ സമീപിക്കാവുന്നതാണ്. ഒപ്പം ഓസ്ട്രേലിയൻ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് സൈൻ ചെയ്യണം. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട്സ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടി വരും. ഒരാൾക്ക് $5,000 ഓസ്ട്രേലിയൻ ഡോളറാണ്
ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനാണ്. വിസ ആപ്ലിക്കേഷൻ എപ്പോഴും ഒത്തിരി ഡോക്യുമെൻ്ററി വർക്ക് ആവശ്യം വരുന്ന ഒരു സ്റ്റേജാണ്. അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയൻ മൈഗ്രേഷനും എഡ്യൂക്കേഷൻ ഫീൽഡിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതും വളരെ പെട്ടെന്നാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട് ഞാൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ന്യൂസ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം. എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഫേസ്ബുക്കിലും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. This is Gladwin Purduthas, a registered migration agent of Australia from Franswick Migration and Education Services. You can contact me on mobile, WhatsApp or email. Thank you.